പഠിക്കാൻ പോകുന്നതാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ. വാട്ട് ഈസ് റിഫ്രാക്ഷൻ? Refraction is the bending of light when it passing from one medium to another with a different refractive index. Refractive index വ്യത്യാസമുള്ള ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ പാത്തിന് വ്യത്യാസമുണ്ടാകും. അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നോർമലിനോട് അടുക്കും. കുറഞ്ഞതിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നോർമലിനോട് അകലും. സോ ലോ ഓഫ് റിഫ്രാക്ഷൻ രണ്ടെണ്ണം. നമ്മൾ റിഫ്രാക്ഷന്റെ കേസിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ദ ഇൻസിഡന്റ് റേ refracted ray and normal are in same plane. അതെല്ലാം ഒരു പ്ലെയിനിൽ തന്നെ വീഴണം. ഇൻസിഡന്റ് റേയും PLAN ഇൻസിഡന്റ് റേയും ഇടിച്ച് അടുത്ത മീഡിയത്തിലേക്ക് കടന്നു പോകുന്ന റിഫ്രാക്റ്റീവ് റേയും അതേൽ വരയ്ക്കുന്ന നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും. സെക്കൻഡ് ലോ ഇതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ. സ്നെൽസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഒരു അപ്രോസ്ട്രോഫി ഉണ്ട്, കണ്ടുപിടിച്ചത് കൊണ്ടാണ് അതിനെ സ്നെൽസ് ലോ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പം ഇതാണ് നമ്മളുടെ രണ്ട് മീഡിയം തമ്മിലുള്ള ഇന്റർഫേസ്. അതിലേക്ക് ഒരു ലൈറ്റ് റേ വന്നു, അത് അവിടുന്ന് ബെൻഡ് ചെയ്താൽ നമുക്കറിയാം, നമുക്ക് അവിടെ ഒരു നോർമൽ വരയ്ക്കാൻ പറ്റും. ആ നോർമലുമായി ചേർന്ന് ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെ നമ്മൾ I എന്ന് എഴുതാം. ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എഴുതാം. ഇത് ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റേ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്നെൽസ് ലോ സ്റ്റേറ്റ് ദാറ്റ് സൈൻ ഓഫ് ദ സൈൻ തീറ്റ എന്ന് പോലെ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് സൈൻ I by സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സൈൻ R ഈക്വൽ ടു N2 ഡിവൈഡ് ബൈ N1. നോക്കിയേ, ആദ്യത്തെ മീഡിയത്തിന്റെ ബൈ രണ്ടാമത്തെ മീഡിയത്തിന്റെ ഈക്വൽ ടു രണ്ടാമത്തെ മീഡിയത്തിന്റെ ഡിവൈഡ് ബൈ ആദ്യത്തെ മീഡിയത്തിന്റെ. അങ്ങനെയല്ല ഇത്. സൈൻ ഓഫ് ദ ഇൻസിഡൻസ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ദ റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു N2 by N1. ഇതിനെ ചിലപ്പം ചില പുസ്തകങ്ങളിലും ചില ക്വസ്റ്റ്യൻ പേപ്പറിലും സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു N21 എന്നും എഴുതാറുണ്ട്. അതിന്റെ അർത്ഥം N21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2 by N1 തന്നെയായിരിക്കും. ആക്ച്വലി ദിസ് ഈസ് ദ ലോ ഓഫ് റിഫ്രാക്ഷൻ. ഫസ്റ്റ് വൺ, ഈ ഇൻസിഡന്റ് റേയും ഈ റിഫ്രാക്റ്റഡ് റേയും ഈ നോർമലും ആർ ഇൻ സെയിം plane. And the second law states that the angle of incident is equal to angle of refraction. Clearly? Any doubts? N2 by N1 അല്ലെങ്കിൽ that is equal to a constant. അങ്ങനെയും പറയാം. Clear ആയോ റോസ്മേരി? It's very simple. അങ്ങനെയെങ്കിൽ പേജ് നമ്പർ 107 കണ്ടോ? സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ. പേജ് നമ്പർ 107 ഇവിടെ നമുക്ക് I തന്നിട്ടുണ്ട് ആദ്യത്തെ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ R തന്നിട്ടുണ്ട്, മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ സൈൻ ഓഫ് I കണ്ടുപിടിക്കണം, നാലാമത്തെ കോളത്തിൽ സൈൻ ഓഫ് R കണ്ടുപിടിക്കണം, അഞ്ചാമത്തെ കോളത്തിൽ സൈൻ I ബൈ സൈൻ R അത് കണ്ടുപിടിക്കണം. അപ്പം അതിന് നമുക്കൊരു ടേബിളിൽ വരച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന I എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്.
R എന്ന് പറയുന്നത് 13 ഡിഗ്രിയാണ്. അപ്പൊ സൈൻ ഐ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ സൈൻ ഓഫ് എന്ന് പറഞ്ഞ് സയന്റിഫിക് കാൽക്കുലേറ്ററെ അടിച്ചു കൊടുക്കും. സൈൻ 20ന്റെ വാല്യൂ, സൈൻ 13ന്റെ വാല്യൂ. സൈൻ 20ന്റെ വാല്യൂ 0.34 ആണ്. സൈൻ 13ന്റെ വാല്യൂ, സൈൻ 6ന്റെ വാല്യൂ 0.22 ആണ്. ഇതേ ഡിവൈഡ് ബൈ ഇത് സൈൻ ഐ ബൈ സൈൻ ആർ കിട്ടുന്നത് 1.5 എന്നാണ്. ഈ 1.5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ഞാനിത് എവിടുന്ന് എങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞേ? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് അല്ലേ? ലൈറ്റ് പാസസ് ഫ്രം എയർ ടു ഗ്ലാസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ N2 ബൈ N1 ആയിരിക്കും. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? എത്രയാ? 1.5. 1.5 ബൈ 1. അപ്പൊ ഈ ഉത്തരം എപ്പോഴും എത്ര കിട്ടും? 1.5 കിട്ടും. അതാണ് പേജ് നമ്പർ 107. പല പല ആംഗിൾ തന്നിട്ടുണ്ട്. 20ന് പകരം 30 തന്നു. 30 ഡിഗ്രിയും 19.45 ഡിഗ്രി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5ഉം 0.33 ആണ്. അപ്പം ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി, അതിൻ്റെ ആൻസർ കിട്ടും. ഓർമ്മയോടെ ചെയ്ത് നോക്കാം. 45 ഡിഗ്രിയും 28 ഡിഗ്രിയുമാണെങ്കിൽ 0.7ഉം 0.47 ആയിരിക്കും. അതിനെയും സൈൻ ഐ ബൈ സൈൻ ആർ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും. ചെയ്ത് നോക്കിയാൽ കാണാം ഇത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. സൈൻ ഐ ബൈ സൈൻ ആർ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതും 1.5 എന്ന് കിട്ടും, ഇതും 1.5 കിട്ടും. ഇതാണ് ആക്ച്വലി സ്നെൽസ് ലോ. ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ദ റേഷ്യോ ഓഫ് ഹരിക്കണം. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എഴുതാം. ദ റേഷ്യോ ഓഫ് ദ സൈൻ ഓഫ് ദ angle of incidence to the angle of refraction is a constant. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. അപ്പോൾ സെക്കൻഡ് ലോയ്ക്ക് ഡെഫിനിഷനായിട്ട് ഇത് എഴുതിയിട്ട് ഇത് എഴുതുക. അതിന് വേണമെങ്കിൽ ഇവിടെ ഈ ഫിഗറും കൂടെയും വരയ്ക്കും. നോട്ട് ചെയ്തേ, എഴുതിയെടുക്കുക കേട്ടോ. ഹലോ റോസ്മേരി, എഴുതി കഴിയുമ്പോൾ പറ. പറയാം. When light passes through different pairs of media, the angle of refraction increases with the angle of incidence. The ratio of the അതാണ് അടയാളപ്പെടുത്തുന്നത്. The ratio of the sine of the angle of incidence to the sine of the angle of refraction will be a constant. This constant is known as a refractive index. This is indicated by the letter N. അപ്പൊ നമ്മൾ രണ്ട് മീഡിയത്തിന്റെ എടുത്ത് ഹരിക്കുന്ന ലോ വന്നപ്പോൾ ഞാൻ N2 ബൈ N1 എഴുതി. അപ്പൊ N2 എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ലൈറ്റ് കടന്നു പോകുന്ന രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ആദ്യത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദേവു മോൾ കേൾക്കാവോ? ദേവു ഉണ്ടോ ഇന്ന്? ഇല്ല. നേഹ ലോ ഓഫ് റിഫ്രാക്ഷൻ വായിച്ച്. ഞാൻ പറഞ്ഞ ഓൾറെഡി, പിന്നെ പുസ്തകത്തെ നോക്കി ഒന്ന് വായിക്കണമെന്നേ ഉള്ളൂ. The angle of incidence, the angle of refraction, and the normal at the point of incidence on the surface of separation of two media will be always in the same plane. The ratio വെയിറ്റ് അതാ ഞാൻ വളരെ സിമ്പിൾ ആക്കി എഴുതുന്നത്. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ and the normal are on the same plane. Next, the ratio of ratio of sine of the angle of incidence to the sine of the angle of refraction will be constant. This is known as sin I by sin r is equal to a constant. അതിന്റെ വാല്യൂ ഞാൻ ഇപ്പോഴേ പറഞ്ഞു. അതെന്ന് വെച്ചാൽ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ അത് നേരിട്ട് നമുക്ക് ആവശ്യമുണ്ട്. N2 by N1. So that constant N2 by N1. അതും കൂടെ അങ്ങ് എഴുതുമ്പോൾ പെർഫെക്റ്റ് ആകും കേട്ടോ. ലോ ഓഫ് റിഫ്രാക്ഷൻ രണ്ടെണ്ണം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്സ്? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ചെയ്തോട്ടെ? എഴുതിയായിരുന്ന മുഴുവൻ?
എഴുതി കഴിഞ്ഞു സർ. നെക്സ്റ്റ്, എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇപ്പം നമ്മളൊരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാന്ന് പറയുന്നത്. സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാന്നാ പറഞ്ഞത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏത് ലെറ്റർ കൊണ്ടാ ആലൻ? സ്മോൾ ലെറ്റർ ചാടി പറഞ്ഞു സ്മോൾ ലെറ്റർ ചെയ്യാൻ. ഇപ്പൊ എന്നാന്ന് ചോദിച്ചാല് അപ്പൊ ലൈറ്റ് എത്രമാത്രം കടത്തിവിടും എന്നുള്ള അളവാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം സ്പീഡ് ഓഫ് ദ ലൈറ്റ് in air divided by speed of the light in medium എന്ന് നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം. അതായിരിക്കും ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. എയറിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു, എയറുമായി കമ്പയർ ചെയ്താണ് എപ്പോഴും ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. That is the refractive index of that medium. ഇനി ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ് എയറിൽ? ഓരോന്ന് ചെയ്ത് നോക്കാം. എയറിൽ ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? ലൈറ്റിന്റെ സ്പീഡ് എയറിൽ എത്രയാണ്? 3 into 10 raised to 8. പേജ് 104. അപ്പൊ നമുക്ക് ആദ്യം വാക്വത്തിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്ന എടുക്കാം. വാക്വത്തിൽ നിന്ന് വാട്ടറിലേക്ക് പോവാണ്. അപ്പൊ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും 3 into 10 raised to 8 meter per second divided by വാട്ടറിൽ എത്രയാണ്? 2.25 into 10 raised to 8 meter per second. 10 raised to 8 രണ്ടും വെട്ടിക്കളയാം. പിന്നെ 3/2.25 1.2 അതായിരിക്കും വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കണ്ടോ ഓരോന്നിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന്? ഒക്കെ നന്നായിട്ട് ഈ മൾട്ടിപ്പിൾ ടേബിൾ എന്നിട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം വാട്ടറിന്റെ ആ മീഡിയത്തിന്റെ ഞാൻ വെലോസിറ്റി പേജ് നമ്പർ 104 പഠിച്ചപ്പം വാക്വത്തിന്റെയും വാട്ടറിന്റെയും ഗ്ലാസിന്റെയും ഡയമണ്ടിന്റെയും പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? തന്നെ കണ്ടുപിടിച്ചേ. ഗ്ലാസിന്റെ കണ്ടുപിടിക്കണം, ഡയമണ്ടിന്റെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? വാക്വത്തിൽ എയറിൽ അതിനെ ഗ്ലാസിന്റെ സ്പീഡ് കൊണ്ട് ഹരിക്കണം, എയറിൽ അതിനെ ഡയമണ്ടിലൂടെയുള്ള സ്പീഡ് കൊണ്ട് ഹരിക്കണം. അപ്പൊ വാല്യൂ കിട്ടും. ഗ്ലാസിന്റെ എത്ര കിട്ടി? 1.5. ഡയമണ്ടിന്റെ എത്ര കിട്ടി? 2.4. വെരി ഗുഡ്. ഇതല്ലേ നോക്കിയേ പേജ് നമ്പർ 110 പൂരിപ്പിക്കേണ്ടത്. ഓരോ മീഡിയം തരും, ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചുമ്മാ ചോദിക്കും. ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? എന്നാ ചെയ്യും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, വെലോസിറ്റി അല്ല, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. അപ്പൊ എത്ര വരും? 3 into 10 raised to 8 meter per second divided by ഗ്ലാസിന്റെ എത്രയാ? 2 അല്ലേ? 2 into 10 raised to 8 meter per second. 10 raised to 8 meter per second. യൂണിറ്റും പെട്ടു, എല്ലാം പെട്ടു. 3/2 1.5 വന്നത് മനസ്സിലായോ എല്ലാവർക്കും? മാർക്കെങ്കിലും സംശയമുണ്ടോ? സാനിയ, മനസ്സിലായി സാർ. ശിവഹരി, മനസ്സിലായി സാർ. ബിയോൺ. ഹലോ സാർ. ബിയോൺ മനസ്സിലായോ? സാർ ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട് കയ്യില്. ഇതെല്ലാതിന്റെ ഉത്തരം റിഫ്രാക്ഷൻ ആണ്. പേജ് നമ്പർ 110 ഫിഗർ ഫിഗർ 5.6 ഒരു ഗ്ലാസ് ടംബ്ലറിൽ വെള്ളം വെച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു പെൻസിൽ വെച്ചാൽ ഞാൻ അന്നേ പഠിപ്പിച്ചായിരുന്നു, ആ പെൻസിൽ ഒടിഞ്ഞ പോലെ കാണപ്പെടും. കാരണം എന്നാണ്? ലൈറ്റ്
എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസമാണ്. അപ്പം ഇവിടെ നമ്മൾ എയറിൽ നിന്ന് വാട്ടറിലോട്ട് പോകണം, അത് നോർമലിനോട് അടുക്കുമ്പോഴേ അപ്പം നമുക്കിങ്ങനെ ഒടിയുന്നതായിട്ട് വളയുന്നതായിട്ട് തോന്നപ്പെടും. രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആക്ടിവിറ്റി 2 ഫിഗർ 5.7a ആൻഡ് 5.7b. ഇവിടെ ഒരു കോയിൻ ഇരിക്കുക, ഒരു പാത്രത്തിൽ ഒരു കോയിൻ വെച്ചു. ഞാനിവിടെ നിന്ന് നോക്കുക. അപ്പം ഇതേന്നുള്ള റേ ഇങ്ങനെ അങ്ങ് കടന്നുപോയി, എനിക്ക് കാണത്തില്ലായിരുന്നു. മനസ്സിലായോ? അപ്പം ഈ ആള് കോയിൻ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്നാണ്? ഇല്ല. പക്ഷെ ഞാനിത് വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്തു. വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ എന്നാ പറ്റും? ഈ വാട്ടറിലാകുമ്പം ഈ ലൈറ്റ് റേ ബെൻഡ് ചെയ്യും അല്ലേ? റിഫ്രാക്ഷൻ നടന്ന് ബെൻഡ് ചെയ്തേച്ച് ഇവിടുന്ന് നേരെ വരുമ്പം നമ്മുടെ കണ്ണിൽ വീഴും. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു നാണയം വെച്ചിട്ട്, ശ്രദ്ധിച്ച് മലയാളത്തിൽ കേട്ടിരുന്നോ? ക്വസ്റ്റ്യൻ പറയുമ്പോൾ എഴുതാൻ വേണ്ടി. നാണയം വെച്ചിട്ട് ഒരാൾ ഇത്ര അകലത്തിൽ നോക്കുമ്പോൾ അയാൾക്ക് നാണയം കാണത്തില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചപ്പോൾ അയാൾക്ക് നാണയം കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ മാജിക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണിക്കണം. മനസ്സിലായോ? മനസ്സിലായി. സിമ്പിൾ. ആക്ടിവിറ്റി 3 ഫിഗർ 5.8a 5.8b 5.8c. ഒരു പേപ്പർ നമ്മൾ എടുത്ത് അതേ ഒരു വര വരച്ചു, ഇങ്ങനെ വര വരച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് നേരെ നോക്കിയാൽ ഈ ലൈൻ നേരെ തന്നെ ആയിരിക്കും അല്ലേ? നമ്മളന്ന് പറഞ്ഞ നോർമലായി വീണാൽ എങ്ങനെ ലൈറ്റ് കടന്നു പോകും? നോർമലായിട്ട് തന്നെ താഴത്തേക്ക് കടന്നു പോകും. പക്ഷെ ഇവിടുന്ന് എവിടുന്നെങ്കിലും ചെരിഞ്ഞ് നോക്കിയാലോ ഈ ലൈറ്റ് ഇങ്ങനെ ഒടിഞ്ഞ് കടന്നു പോകുന്നതായിട്ടും തോന്നും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ പുസ്തകത്തിൽ തരാൻ കാരണം ഇതെല്ലാം റിഫ്രാക്ഷന്റെ എക്സാമ്പിളാണ്. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും മന്നെ ഒരു ഓപ്ഷൻ ആയിട്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1, വെൻ രാജു ഓർ സംതിങ് ബിയോൺ ആരെങ്കിലും ഒരു ഗ്ലാസ് ടംബ്ലറിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഒരു പെൻസിൽ വെച്ചപ്പം ആ പെൻസില് ഒടിഞ്ഞിരിക്കുന്ന പോലെ ആയി കാണപ്പെട്ടു. വാട്ട് ഈസ് ദ റീസൺ? ഒന്നിന്റെ ഉത്തരം എന്നാ? ഒന്നിന്റെ ഉത്തരം എന്നാടോ? അങ്ങനെ കാണാനുള്ള കാരണം എന്നാ? രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നും വ്യത്യാസമുണ്ട്. എഴുതണ്ട. പ്രിൻസിപ്പിൾ അരമാർക്കിന് ചോദ്യമായിരിക്കും. പ്രിൻസിപ്പിൾ എന്നാണ്? റിഫ്രാക്ഷൻ. കാണാനുള്ള കാരണം എന്നാണ്? റിഫ്രാക്ഷൻ. രണ്ടാമത്തെ ചോദ്യമായിരിക്കും ഡിഫൈൻ ദാറ്റ് പ്രോസസ് അല്ലെങ്കിൽ ആ ഫിനോമിന. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന? പറ. എന്തായിരിക്കും അതിന്റെ ഫിനോമിന? അല്ലെങ്കിൽ വാട്ട് ഈസ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന ഡിഫൈൻ ചെയ്യാൻ 2 മാർക്കിന്, അല്ലെങ്കിൽ ഇതിനൊരു 1/2 മാർക്കും ഇതിനൊരു 1 മാർക്കും ആയിരിക്കും. 1.5 മാർക്കിന്റെ ചോദ്യം. നേഹ പറഞ്ഞേ, വാട്ട് ഈസ് റിഫ്രാക്ഷൻ? എടോ റിഫ്രാക്ഷൻ എന്നാന്ന് പറയാൻ. റോസ്മേരി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാരണം ഈ വരുന്ന റേക്ക് ഒരു എടോ ഡിഫൈൻ ചെയ്യാൻ റേ ഇക്വേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് എഴുതുക. മാർക്ക് കിട്ടേണ്ട ചോദ്യം പരീക്ഷയ്ക്ക് വന്നായിട്ട് ചോദിച്ചാന്നല്ലേ ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് റിഫ്രാക്ഷൻ? The bending of light when it passes from one medium to another with different refractive indices. അതല്ലേ കറക്റ്റ് ഡെഫിനിഷൻ? എഴുതി തരണോ? The bending of light 2-3 പ്രാവശ്യം എഴുതി തന്ന ഞാൻ. ലൈറ്റ് വളയുന്നു. When എപ്പോഴാണ്? it passes from one medium to അല്ലെങ്കിൽ one transparent എന്ന് പറഞ്ഞ കൊടുത്തേരും. transparent medium to another. അവർക്ക് രണ്ടിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസമായിരിക്കണം. വിത്ത് ഡിഫറൻറ്റ് റിഫ്രാക്റ്റീവ്
ഇൻഡിസസ്. ഇൻഡെക്സിന്റെ പ്ലൂറൽ ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ഉള്ളതാണ് ഇൻഡിസസ്. ദിസ് ഈസ് ദ പെർഫെക്റ്റ് ഡെഫിനിഷൻ ഓഫ് റിഫ്രാക്ഷൻ. എഴുതിയെടുത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു രണ്ട് ട്രാൻസ്പെറന്റ് മീഡിയ ആണേ. ഇപ്പം നമുക്ക് പല രീതി വരും. ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ഇച്ചിരി നീളം വേണം. ഇപ്പം ശ്രദ്ധിച്ചോണം, ഇതിന്റെ നോർമല്, ഇതിന്റെ നോർമല്, ഇതിന്റെ നോർമല്. നമുക്ക് എയറും വാട്ടറും വരയ്ക്കാം. ഇത് എയർ, ഇത് വാട്ടർ. വളരെ ശ്രദ്ധിച്ചോണം. ഇതാണ് ഇവിടെ എയർ, ഇത് വാട്ടർ. ഇത് എയർ, ഇത് വാട്ടർ. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് കേസ് ഇതാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ദ ലൈറ്റ് റേ മസ്റ്റ് ട്രാവൽ ഫ്രം എ ഡെൻസർ ടു റയറർ മീഡിയം. അപ്പൊ ഇവിടെ എവിടുന്ന് എങ്ങോട്ട് പോകണം? എയറിൽ നിന്ന് ഇങ്ങോട്ട് പോകണം, വാട്ടറിൽ നിന്ന് മുകളിലോട്ട് പോകണം? വാട്ടറിൽ നിന്ന് മുകളിലോട്ട്. വെരി ഗുഡ്. വാട്ടർ ആണ് ഡെൻസർ മീഡിയ, അല്ലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. അപ്പം ഇപ്പൊ ഞാനൊരു 25 ഡിഗ്രിയിൽ ഒരു റേനെ വീഴ്ത്തി, ഇങ്ങനെ വന്ന് വീണു. ഒന്നും സംഭവിച്ചില്ല, എയർ ആയതുകൊണ്ട് അകന്നു പോയി നോർമലി. സോ ദിസ് ഈസ് ദ റിഫ്രാക്ഷൻ ഫോർ ലൈറ്റ് റേ with 25 degree angle of incidence I from water to air. ഇനി 25 കൂടി വരുമ്പം 25-30 ആകുമ്പം ഇത് വീണ്ടും ഇങ്ങോട്ട് വളയും, 40 ആകുമ്പോൾ ഇങ്ങ് വളയും. കൃത്യം 48.6 വീണാല് കൺസിഡർ ദിസ് ഈസ് 48.6. That means when I is equal to 48.6, ഇത് റിഫ്രാക്റ്റ് ചെയ്ത് കടന്നു പോകാതെ അതേ മീഡിയത്തിലേക്ക്, കണ്ടോ, അതേ മീഡിയത്തിലേക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് പോയേച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫിനോമിനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി കൃത്യം 48.6 ഇത് സംഭവിക്കുന്നത്. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ്, അല്ലെ 48.6 ഡിഗ്രീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി മൂന്നാമത് നമുക്ക് അതിനേക്കാൾ കൂടിയ ഒരു ആംഗിൾ എടുക്കാം. കൺസിഡർ ഇറ്റ് ഈസ് 55. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതൽ വീണ് കഴിഞ്ഞാൽ അത് തിരിച്ച് ആ മീഡിയത്തിലേക്ക് തന്നെ പോരും. ഇത് 55 ഡിഗ്രി തിരിച്ച് അങ്ങോട്ട് പോരും. അപ്പം ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കണ്ടീഷൻ ഇതാണ്. എങ്ങനെയായിരിക്കണം? ലൈറ്റ് മസ്റ്റ് ബി ട്രാവൽ ഫ്രം a denser to rarer medium. Second one, വരുന്ന ആംഗിൾ നോക്കി, ഇതിനേക്കാൾ കൂടുതലാണെങ്കിലല്ലേ താഴത്തോട്ട് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ the angle of incidence is greater than to that of critical angle. This is called total internal reflection. ചിലപ്പോൾ നമുക്കറിയാം, അവിടെ ഒരു പെൺകുട്ടി ഫിഗർ നമ്പർ 5.10 അക്വേറിയത്തിന് താഴെ ഇരുന്ന് നോക്കുന്നു. നമ്മളിങ്ങനെ ഇച്ചിരി ചെരിഞ്ഞിരുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ മീനുകളെ അതിനകത്ത് കാണാം. കുറച്ചുകൂടെ താഴ്ന്നിരുന്ന് നോക്കുമ്പോൾ മീനുകളെ കാണാം,
കുറച്ചുകൂടെ ചെരിയുമ്പോഴേ ഈ മീനുകളുടെ ഇമേജ് നമുക്ക് ഈ മുകളിലത്തെ സർഫസിലും കാണാം. ദേ ഇങ്ങനെ കൃത്യം വീഴുന്നത് കൊണ്ടാണ്. അതായത് 48.6 ഡിഗ്രിയിൽ ചെരിഞ്ഞ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അക്വേറിയത്തിന്റെ അടിയിലത്തെ പടങ്ങളെല്ലാം മുകളിലും കാണാൻ പറ്റും. ആ ആംഗിൾ അപ്പൊ അത് ചോദിക്കും പരീക്ഷയ്ക്ക്, ഓരോ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഒരാള് അക്വേറിയം താഴെ നിന്ന് നോക്കുമായിരുന്നു, പക്ഷേ കുറച്ചു നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ബോട്ടം ഭാഗം മുഴുവനും അതിന്റെ ടോപ്പിൽ കാണാൻ പറ്റി, അല്ലെങ്കിൽ ടോപ്പിൽ റിഫ്ലക്ട് ചെയ്തു. കാരണം എന്നാണ്? ദാറ്റ് ആംഗിൾ ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ, and at that angle the total internal reflection is occurred. സെയിം തന്നെ ഫിഗർ നമ്പർ 5.11, ഫിഗർ 5.12. ഒരു പാത്രത്തിൽ ഒരു ലേസർ ബീം അടുപ്പിക്കുക. ഇവിടുന്ന് ഇങ്ങനെ അടുത്ത് വന്നപ്പം ലേസർ ബീം കടന്നു പോകായിരുന്നു. ഇങ്ങനെ വന്ന് വാട്ടറിലാണല്ലോ. വാട്ടറിന്റെ അപ്പം എത്രയാണ് നമ്മൾ പറഞ്ഞേ? 48.6. 48 വീണ് കഴിഞ്ഞപ്പം ആ ലേസർ ബീമെ നമുക്ക് എർത്തിങ് ആണ് ഇങ്ങനെ വീണേച്ച് ഇങ്ങോട്ട് പോയി. പിന്നെ ഇത് അകന്നു കഴിഞ്ഞപ്പം ക്രിട്ടിക്കൽ ഇങ്ങനെ കൂടിക്കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വരാൻ തുടങ്ങി. അതാണ് ആ വാട്ടറിനകത്ത് ഒരു പച്ച ലേസർ ബീമിന്റെ പടം, പേജ് നമ്പർ 112. കണ്ടോ? ദാറ്റ് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് നടക്കുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. പിന്നെ മറ്റൊരു കണ്ടീഷനാണ് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് തന്നെ ആയിരിക്കണം. എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്നാൽ ഇത് കിട്ടുവോ? ഇല്ല. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വന്നാൽ കിട്ടുവോ? ഇല്ല. എയറിൽ നിന്ന് വേറെ എങ്ങോട്ടും വന്നാൽ കിട്ടുവോ? ഇല്ല. എപ്പോഴും എങ്ങോട്ടായിരിക്കണം? ഫസ്റ്റ് കണ്ടീഷൻ, ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം എ ഡെൻസർ ടു റെയറർ മീഡിയം. സെക്കൻഡ് വൺ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ടു ദാറ്റ് ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്ലിയർ അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ക്ലിയർ. ക്ലിയർ ആയോ? ഓക്കെ, നോട്ട് ചെയ്തേ, നന്നായിട്ട് വരച്ച് നോട്ട് ചെയ്തേ. വരയ്ക്കുമ്പോൾ കൃത്യം അതിലൂടെ പോകണം. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഇത് വരയ്ക്കാവും. ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ 48.6. എന്നാ ഗ്ലാസിന്റെ ഞാൻ പറയുവാണ് 42 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ 3 പാഠം തന്നേക്കാം, അത് കംപ്ലീറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അതിന്റെ നോർമലും തരും. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഗ്ലാസ് ആയിരിക്കും, ഇവിടെ തന്നിരിക്കുന്ന എയർ ആയിരിക്കും എല്ലാത്തിൻ്റെയും. ഇവിടെ വന്ന് വീണത് ഇതാണ് ആംഗിള്, ഇവിടെ വന്ന് വീണത് ഇതാണ് ആംഗിള്, ഇവിടെ വന്ന് വീണത് ഇതാണ് ആംഗിൾ. ആദ്യത്തെ ആംഗിൾ ഇഷ്ടമുള്ളൊരു വാല്യൂ തരുവാണ് 20 ഡിഗ്രി. ഇത് കൃത്യം 42 ഡിഗ്രി. ഇതൊരു 70 ഡിഗ്രി. എന്ത് സംഭവിക്കുമായിരിക്കും? പറഞ്ഞ ആരേലും? 20 ഡിഗ്രിയിൽ വീണത് എന്ത് സംഭവിക്കും? അത് ക്രിട്ടിക്കൽ ആംഗിളിനൊക്കെ കുറവാണ്. അത് എയർ ആയതുകൊണ്ട് താഴത്തോട്ട് ഡിഫ്ലക്ട് ചെയ്തു പോവില്ലേ? അത് താഴത്തേക്കല്ല, റിഫ്രാക്ഷൻ നടന്നു പോകും. ഇനി 42 ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ കൃത്യം 42 വീണ എന്ത് പറ്റും? അതാ സർഫസിലൂടെ തന്നെ നേരെ തന്നെ ഇങ്ങനെ അങ്ങ് പോകും. ഇനി 70 വീണ എന്ത് പറ്റും? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്, അത് ആ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. വളരെ എളുപ്പമല്ലേ ഇതൊക്കെ? ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. The light must be travel from a denser to rarer medium, and also the angle is greater than to critical angle. Then the light ray bends towards that medium, and that is called total internal reflection. For water, it is about 48.6 degree, and for glass, it is 42 degree. നമുക്കൊരു വയറുവേദന വന്ന് നമ്മൾ ആശുപത്രി ചെന്നു, അല്ലെ ഗ്യാസ് അസിഡിറ്റി ആയിട്ടൊരു പ്രോബ്ലം ആയിട്ടൊരു ആശുപത്രി ചെന്നു. വയറിനകത്തെ കാര്യങ്ങൾ നമുക്ക് കാണണം, അല്ലെങ്കിൽ പഠിക്കണം.
അപ്പൊ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എൻഡോസ്കോപ്പി. പേജ് നമ്പർ 114 ഈ എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫൈബർ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന സാധനം ഇവിടുന്ന് അമേരിക്കയിലോട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് കടലിനടിയിലൂടെ ഇട്ടിരിക്കുക. നമ്മൾ നമ്മുടെ ഇൻഫർമേഷനെ 2 ലെയർ കാണും. നടുക്കൊരു ലെയർ, പുറത്തൊരു ലെയർ. നടുക്കുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർ. പുറത്തുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാഡി. പിന്നെ അതിന് പുറത്ത് വേണം അതിനെ സംരക്ഷിക്കാനുള്ള ലെയറുകളോ ഒക്കെ കൊടുക്കാം. നമ്മൾ ഇവിടുന്ന് ഒരു ഇൻസിഡന്റ് ട്രെയിനിങ് കയറ്റി കഴിഞ്ഞാൽ അത് ഉണ്ടോ, ഇത് ഡെൻസറാ. കോർ ആയിരിക്കും ഡെൻസർ മീഡിയം. ഡെൻസർ. ക്ലാഡിങ് ആയിരിക്കും റയറർ മീഡിയം. അപ്പൊ ഡെൻസറിന്ന് റയറിലോട്ട് പോവുകയും വന്നിരിക്കുന്ന ആംഗിള് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുകയും ചെയ്താൽ എന്നാ സംഭവിക്കും? ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ടോട്ടലിന് റിഫ്ലക്ഷൻ നടക്കും. ഈ പോയിന്റിലും അങ്ങനെ തന്നെ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് വന്ന് അപ്പൊ ഈ വശവും റയറാ, വട്ടത്തിലായിരിക്കുന്നത്, ട്യൂബ് പോലെ ചിന്തിക്കണം, ഓസ് പോലെ. ഇതും റയറായ ക്ലാഡിങ്. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ക്ലാഡിങ്, കോർ ക്ലാഡിങ്. ഇവിടെ കോർ ക്ലാഡിങ് ഇന്റർഫേസ് എന്ന് പറയും. അവിടെ വന്ന് വീഴുമ്പം ഇതുപോലെ തന്നെ ഡെൻസറിൽ നിന്ന് റയറിലേക്കാണ് വന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ വീണ്ടും റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് റിഫ്ലക്ഷൻ അണ്ടർഗോ ചെയ്ത് അവസാനം ഈ സിഗ്നൽ നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടും. അങ്ങനെ ഒരു ലൈറ്റ് റേ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു അറ്റത്ത് മുമ്പ് മുതൽ ഔട്ട്പുട്ട് വരെയും കടത്തിവിട്ട് നമ്മൾ പഠിക്കുന്ന 1-2 എക്സാമ്പിൾ. അപ്പൊ ചോദിക്കും തന്നിട്ട് ഇത് ഏതിന്റെ എക്സാമ്പിൾ? മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ എൻഡോസ്കോപ്പി ഓർ എൻഡോസ്കോപ്പ്. ടെലികമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഫൈബർ ഒപ്റ്റിക്സ്. നമ്മുടെ വീട്ടിലൊക്കെ നെറ്റ് വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയാണ്. പണ്ട് വയറിലൂടെയൊക്കെ വന്നിരിക്കുന്നത് മാറിയേച്ച് ഫൈബർ കണക്ഷൻ എടുക്കാൻ പറയും ഏഷ്യാനെറ്റുകാരൊക്കെ. അപ്പൊ ഇതാണ് ഈ വേണ്ട ഇന്റർനെറ്റിന്റെ നമ്മുടെ സിഗ്നലിനെ ലൈറ്റ് ആക്കി മാറ്റിയേച്ച് ഈ ട്യൂബിലൂടെ കടത്തി വിടുന്നു. അതിങ്ങേ അറ്റത്ത് നമ്മുടെ സിസ്റ്റത്തേക്ക് കിട്ടുന്നു. അതിനെ തിരിച്ച് ലൈറ്റിനെ തിരിച്ച് ഡാറ്റാ സിഗ്നൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റും. ഇവിടെ മാറ്റുന്ന 2 കമ്പോണന്റും കൂടെ വേണം, അത്രയേ ഉള്ളൂ. അപ്പം ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. These applications are used in both endoscope and optical fiber cables. ഇങ്ങനെയുള്ള thousands ഓഫ് കേബിൾ നമ്മളുടെ കടലിലൂടെ ഇട്ടിട്ടാണ് ഇൻഫർമേഷൻ അയക്കാൻ പറ്റാത്തടത്തോട്ടൊക്കെ നമ്മൾ അയക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള അതേ നമ്മളുടെ ഇൻഫർമേഷൻ യാതൊരു ലോസും ഒന്നും സംഭവിക്കാതെ എന്നിട്ട് ആംപ്ലിഫൈ ചെയ്ത് കയറ്റി വിട്ടാൽ മതി. അങ്ങേ അറ്റത്ത് വരെ എത്തിക്കാൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് സാധിക്കും. ദാറ്റ് ആർ ദ ആപ്ലിക്കേഷൻസ്. താങ്ക് യു. അവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ലെൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.